നമുക്ക് ബീച്ചിൽ പോയി ഇറക്കണ്ട നമുക്ക് ഇതേമാതിരി വ്ളോഗ് ഓന നാട്ടിൽ പോകണം അല്ലേ അതിനെ നമുക്ക് സെറ്റ് ആകണം അന്ന് നമുക്കറിയാം സിംബ ആരാണ് എന്താണ് എന്നുള്ളത് ചലഞ്ച് ജയിച്ച മന്തി ഉണ്ടെന്നാണ് പറഞ്ഞോട്ടെ ഞാൻ ഇറക്കുമ്പോ ക്യാമറമാരെ ഒന്നും മാറിക്കാണ്ടി കേട്ടോ. ഇൻഷാല്ലാ ഞാൻ ഇതിന്റെ ഒരു ലെങ്ത് ഇത്രേ വരുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് ഞാനേ എന്തായാലും ആളാ ടെറർ ഇപ്പോഴെ കാണില്ലേ, ഓനൊന്ന് പുറത്താക്കാൻ പറ്റുമോ നോക്കാണ്. ഓന്റെ മേത്ത് കേടും പൈസക്ക് രണ്ടും കളിപ്പിച്ചിട്ടാണ് പൈസക്ക് ഇപ്പൊ അതിനിറക്കണത്. നമ്മൾ പോവാണെങ്കിൽ പോട്ടെ, കടി കിട്ടുകയാണെങ്കിൽ ഇട്ടിട്ടേറാണ്ട്. അപ്പോൾ ഫൈസാക്കെ ഒരു ചലഞ്ചിലാണ് നമ്മൾ വ്ളോഗ് എടുക്കാൻ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത്. ഫൈസാക്ക് അതാ നമ്മൾ ഈ ലൂക്കനെ എന്തായാലും ആളാ ടെറർ ഇപ്പോഴെ കാണില്ലേ, ഓനൊന്ന് പുറത്താക്കാൻ പറ്റുമോ നോക്കാണ്. അപ്പൊ ഇതിന്റെ വീഡിയോ ഒക്കെ ഫൈസാക്കാന്റെ ചാനൽ ഉണ്ടാവും. അസാ പെറ്റ് ചാനലിൽ എല്ലാവരും കയറി നോക്കിയാൽ മതി. ഇതാണ് ലൂക്ക, നാടൻ ഡോഗാണ്. ഓണല്ല, നാടൻ ഡോഗാണ്. അതായത് നാടൻ, നമ്മളെ നാട്ടിലുള്ള നാടൻ പട്ടി എന്നൊക്കെ പറയാം. അതേമാതിരി നാടൻ നായയാണ്. സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, അലമ്പായ ഭയങ്കര അലമ്പൊക്കെ. അപ്പൊ ഫൈസാക്കെ ഒരു ചലഞ്ചിലാണ് നമ്മൾ വ്ളോഗ് എടുക്കാൻ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത്. ഫൈസാക്ക് അതാ നമ്മൾ ഈ ലൂക്കനെ ചലഞ്ച് ചെയ്തിട്ട് ഇറക്കാൻ പോവാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഫുൾ വീഡിയോ ഒക്കെ ഇതാ ഫൈസാക്കാൻ്റെ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ. ഞാൻ ഇറക്കുമ്പോ ക്യാമറമാരെ ഒന്നും മാറിക്കാണ്ടി കേട്ടോ. ഇൻഷാല്ലാ ഞാൻ ഇതിന്റെ ഒരു ലെങ്ത് ഇത്രേ വരുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടോളി. ഇത് ഇവന്റെ കഴുത്തിൽ ഇത് ഇടണം. അതിമക്ക് ലോക്ക് ഇടുന്ന സിസ്റ്റമാണ്. ഇത് കുറച്ച് റിസ്ക് ഉള്ള കാര്യം, കടിക്കുകയാണെങ്കിൽ ആദ്യം കടി കൊണ്ടിട്ട് ഉണ്ടോ. അപ്പൊ ആളിങ്ങനെ ചെറിയുണ്ട്, കയ്യൊക്കെ ഒന്ന് വെച്ചോക്കല്ലേ. കടി ഇവിടെ കൊള്ളുവോ അറിയില്ല. ആള് സ്നേഹത്തിന്റെ വാലൊക്കെ കാട്ടുണ്ട്. നാടനായിട്ട് എപ്പോഴും സ്വഭാവം മാറും. സുഹൃത്തുക്കളെ, റിസ്കി ഷോട്ടുകളാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. റിസ്കി ഷോട്ടുകൾ ഫൈസാക്കാൻ്റെ. എന്തായാലും ഞാനൊന്ന് തുറന്നു നോക്കാൻ പോകട്ടോ. ആളൊന്ന് സൈലന്റ് ആയിട്ടുണ്ട്, നോക്കട്ടോ. ബാക്കിലാ പോയി നിൽക്കണേ. ഇതാടാ, എന്താണ് പോവാ നമ്മള് പോവാ. കുറച്ച് മുന്നേ നമ്മൾ വാക്സിൻ എടുത്തിട്ട് ഇനി ഒരു ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വരുള്ളൂ. ഇപ്പൊ നോമ്പ് പോകും. എന്തായാലും ഞാൻ ഇറക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? ക്യാമറ ഒന്ന് റെഡി അല്ലേ? ഒന്നും മാറില്ല കേട്ടോ ചിലപ്പോ. സുഹൃത്തുക്കളെ, പൈസക്ക് രണ്ടും കളിപ്പിച്ചിട്ടാണ് പൈസക്ക് ഇപ്പൊ അതിനിറക്കണത്. നമ്മൾ പോവാണെങ്കിൽ പോട്ടെ, കടി കിട്ടുകയാണെങ്കിൽ ഇട്ടിട്ടേറാണ്ട്. സുഹൃത്തുക്കളെ, എന്താ നൈന പേടിക്കണ്ട ഒന്നും കാട്ടില്ല. ഒന്നുമില്ല, ചെറിയൊരു ഭയം. പ്രശ്നമൊന്നുമില്ല കേട്ടോ. മെയിൻ ഓണറായിട്ട് അവിടെ കുതിർന്ന് കുളിപ്പിച്ചോണ്ട് മാസ്ക് കിട്ടാൻ അല്ല ചതി കഴിച്ചാ കയ്യിൽ ശരിയല്ല. ചലഞ്ച് ലൂക്കനത് ആർക്കിയാണോ? എങ്ങനെ കുതിരകളായിട്ട് എങ്ങനെ അവന്റെ മെയിൻ്റെ മുരളി, ഈ കുതിരകളായിട്ട് എങ്ങനെ അവന്റെ മെയിൻ്റെ? നല്ല മെയിൻ്റെ ചെല്ലോ, കടിക്കുവോ? മോന്റെ മേത്ത് കേടും. ഇനി നിങ്ങളെ നാട്ടിൽ വേറെ എവിടെയും നായിനെ ഇറക്കാണെങ്കിൽ ചലഞ്ച് ഏറ്റെടുക്കുന്നതാണ്. നിങ്ങള് ജർമ്മൻ മുതൽ ഡോഗ് അർജന്റീന വരെ പൈസ ഒക്കെ എടുക്കുന്നതാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്.
നമുക്ക് ആ നമുക്ക് എന്താ ഭീകരന്മാരെടുക്കാം ഭീകരന്മാരെടുക്കാം. അങ്ങനത്തെ തോന്നുക നമുക്ക് എടുക്കാം. ഇപ്പൊ ഇവനെ ഇറക്കിയിട്ട് നമ്മളെ ഫസ്റ്റ് ചലഞ്ച് നമ്മൾ വിജയിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും അവനെ കൂട്ടുകയറ്റം. അപ്പൊ അതിന്റെ ചെലവ് ഇന്ന് വൈകുന്നേരം മന്തി ഉണ്ട് എന്നാ പറഞ്ഞത്. കേട്ടെ ചലഞ്ച് ജയിച്ച മന്തി ഉണ്ട് എന്നാ പറഞ്ഞല്ലേ? മന്തി അടുക്കാൻ പോവാ പറഞ്ഞോട്ടെ. അപ്പൊ അതവിടെ കഴിഞ്ഞിട്ടാ. ഇതാണ് സുഹൃത്തുക്കളെ ഗ്ലോബൽ പെറ്റ്സ് ഓണറായ ഗ്ലോബൽ സുനീർ, മലപ്പുറത്ത് അറിയപ്പെടുന്ന എന്താണ് യുവ പെറ്റ് ഷോപ്പ് അല്ലേ. അപ്പോൾ എന്ത് പെറ്റ്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇയാളായിട്ട് കോണ്ടാക്ട് ആക്കിയാൽ മതി അല്ലേ. ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് ഷാജാൻ ക. ഹായ് വരെ ഹായ്. ആ ആദില് ഓ തിരൂരിൽ നിന്ന് വന്നാണല്ലേ. വാക്കാട്. ആ നമുക്ക് ബീച്ച് പോലീസ് ഇറക്കണ്ട നമുക്ക് ഇതേമാതിരി ബ്ലോഗ് ഓന നാട്ടിൽ വേണം അല്ലേ. അതിലെ നമുക്ക് സെറ്റ് ആകണം. അന്ന് നമുക്കറിയാം സിംബ ആരാണ് എന്താണ് എന്നുള്ളത്. അവിടെ ഒരു കുതിര ഉണ്ട്. ആ കുതിരനെ ഇപ്പൊ ഞാൻ റൈഡ് ചെയ്തതിന് ജിപ്സി അല്ലേ. ഇതാണ് ജിപ്സി, മറ്റേത് സിംബ. സാറാണ്. അപ്പോൾ ഇതാണ് ഹവാന ഹോഴ്സ് റൈഡിങ് ക്ലബ്ബ് കേട്ടോ. മലപ്പുറം കോട്ടക്കൽ ഒതുക്കുങ്ങലുള്ള ഹവാന. അപ്പോൾ ഇവനെയാണ് നമ്മൾ റൈഡ് ചെയ്ത്. ഇവനുള്ളിൽ കയറ്റല്ലേ.